18 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ഈ വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചില്ല എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? ഇത് രാഹുൽ, ഇത് തന്നെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ. Correct. എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ഇപ്പൊ രാഹുൽ എന്ത് വാദിച്ചു കൊണ്ടിരുന്നാലും ഒത്തിരി നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലെ? ശിക്ഷിക്കപ്പെടുന്നു. ഇപ്പൊ വിജയബാബുവിന്റെ കേസ് പറഞ്ഞു, അത് കോടതിയിലിരിക്കുന്ന കേസുകളാണ്. നമ്മൾ ആ കോടതിയിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ പോകാത്തത്. പക്ഷെ ഈ ജാമ്യത്തിന് കിട്ടുന്ന ഒബ്സർവേഷനും കൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ ഉദാഹരണം എൽദോസിന്റെ കാര്യത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പകം പറഞ്ഞത് ഇത് സിനിമാ കഥ പോലെയാണ്. ഈ മനുഷ്യനെ എത്ര വേട്ടയാടി സിനിമാ കഥ പറയുന്നത് പോലെ, അതായത് പിന്നീട് കഥയുണ്ടാക്കും. അത് നമുക്കെല്ലാം അറിയാം. പോലീസുകാരൻ മറ്റേ സിനിമയുണ്ടല്ലോ, ഫഹദ് ഫാസിൽ മാല ഒഴുകുന്ന, അതിൽ മറ്റേ അലൻസിയർ ചെയ്യുന്നത് പോലെ. അപ്പൊ എന്നാ മറ്റേ ഓരോ പോലീസുകാർ എടുത്തുമ്പോൾ ഗ്രാവിറ്റി കൂട്ടാനായിട്ട് 2-3 വകുപ്പ് എക്സ്ട്രാ ഇടാനായിട്ട് പിന്നീട് അങ്ങ് കൂട്ടും. ഇതിന്റെ പ്രശ്നം മറുഭാഗത്ത് നിൽക്കുന്നവൻ മാസങ്ങളോളം കിടന്നു കഴിഞ്ഞാൽ തന്നെ അവന് ജോലിയും ജീവിതവും ഒക്കെ നഷ്ടപ്പെടും. അവന്റെ ഭാര്യയുടെ കുടുംബം, അവന്റെ മക്കൾ. ഇപ്പൊ നാളെ എന്നെയാണ് വിജയബാബുവിന് വരെ അറസ്റ്റ് ചെയ്തിരിക്കട്ടെ. എൻ്റെ മോൻ സ്കൂളിൽ പോകുമ്പോൾ അവന്റെ കൂടെയുള്ള, 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ ഇപ്പം വലിയ വിവരമൊന്നുമില്ല, 5ലോ 6ലോ പഠിക്കുകയാണെങ്കിൽ കൂടെയുള്ള അവന്റെ ഫ്രണ്ട് അവനെ എന്ത് പറയും? നിന്റെ അച്ഛൻ പീഡന കേസ് ചേർത്ത് കിടക്കല്ലേ എന്ന് പറയും. അവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് പറയും? ഡേ വേണ്ട, ആ ഫാമിലി മറ്റേ പീഡകരുടെ ഫാമിലി എന്ന് പറയും. എൻ്റെ മോനെ അത് ബാധിക്കില്ലേ? അതുകൊണ്ട് നമ്മൾ റേസ് ചെയ്യുന്ന ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കോടതി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് പറയുന്നത് വരെ ആണിൻ്റെയും ചിത്രവും പേരും TV കൊടുക്കാതിരിക്കുക. കോടതി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നു വരെ, വിധിയൊന്നും വരണ്ട, അത് വർഷങ്ങളെടുക്കും. പ്രഥമ ദൃഷ്ട്യാ പ്രൈമ ഫേസി കേസ് നിലനിൽക്കുമെന്ന് പറയുന്നത് വരെ അതിജീവിതയുടെ പേര് മറച്ചു വെക്കുന്നത് പോലെ പുരുഷന്റെ ഐഡന്റിറ്റിയും റിവീൽ ചെയ്യരുത്. 2, പരാതിക്കാരെല്ലാം അതിജീവിതകളല്ല, പക്ഷെ പല ആൾക്കാരും സ്ത്രീപക്ഷ നിലപാടുള്ളവരാണ്. അതുകൊണ്ട് എല്ലാ പരാതിക്കാരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചോളൂ, പക്ഷേ കോടതി കുറ്റക്കാരനാന്ന് പറയുന്നത് വരെ പുരുഷനെ വേട്ടക്കാരൻ എന്ന് വിളിക്കാതിരിക്കുക. മിനിമൽ ഡിമാൻഡ്സുകളാണ്, ഏറ്റവും മിനിമൽ ഡിമാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ കംപ്ലൈന്റന്റും പെറ്റീഷണറും അക്യൂസ്ഡുമാണ് ശരിക്കും. അങ്ങനെ പറയണ്ട, ഇരാന്ന് തന്നെ വിളിച്ചോളൂ. അത് പലപ്പോഴും സംഭവിക്കുന്ന ശ്രീ സിദ്ദിഖ് സാറിന്റെ കേസിൽ ഹൈക്കോടതിയുടെ വിധിയിൽ ഈ സർവൈവർ എന്ന വാക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ഏറ്റവും ബഹുമാനത്തോടെ ചോദിക്കുന്നത്, ഹൈക്കോടതിക്ക് എങ്ങനെ മനസ്സിലായി ഈ വ്യക്തി സർവൈവർ ആണെന്ന്? അത് അന്വേഷിക്കാനല്ലേ കേസ്. അതായത് ഒരാൾ പെറ്റീഷൻ കൊടുത്ത അപ്പോഴേ സർവൈവർ ആയോ? അപ്പോൾ ദൗർഭാഗ്യവശാൽ വന്നു, പോട്ടെ, അത് പറയുന്നില്ല. പക്ഷേ പരാതി കൊടുക്കുന്ന എല്ലാവരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചോളൂ, പുരുഷനെ വേട്ടക്കാരെന്ന് വിളിക്കാതിരിക്കാനുള്ള മാന്യത നമ്മൾ കാണിക്കണം. അങ്ങനെ മിനിമൽ ഡിമാൻഡുകളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അതിനുള്ള പോരാട്ടമാണ്, അതിനുള്ള പോരാട്ട കമ്മീഷൻ. ഹണി റോസിന്റെ വിഷയം 2 കാര്യങ്ങൾ ചോദിക്കും. ഹണി റോസിന്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന്റെ നിലപാടിൽ ഞാൻ ഒട്ടും യോജിക്കാത്ത ഒരാളാണ്. കാരണം ഹണി റോസിനെ അറിയാവുന്നതുകൊണ്ടും രാഹുലിനെ അറിയാവുന്നതുകൊണ്ടും ഹണി റോസിന്റെ ഡ്രസ്സിങ് രീതി രാഹുൽ ഈശ്വറിന് അത് ഇടപെടേണ്ട കാര്യമില്ല, 100% കാര്യമില്ല. ഒരു സ്ത്രീ ഏത് ഡ്രസ്സ്, നമ്മൾ ഏതൊക്കെ ഡ്രസ്സ് ഇടുന്നു, നമ്മളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ? രാഹുൽ വീട്ടിൽ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ പുറത്തേക്കും എന്ത് ഡ്രസ്സ് ഇടുന്നു, ഞാൻ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നു, അത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശമുള്ളത്? ആ ഡ്രസ്സിംഗ് രീതിയെക്കുറിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞത് വളരെ മോശമാണ്. അതിന്റെ മറുപടി, സാരി ഉടുത്താണ് നമ്മൾ സുഷമ സ്വരാജിനെ, സോണിയാഗാന്ധിയെ, ദ്രൗപദി മുർമുവിനെ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ അടക്കമുള്ള ഒരുപാട് പേരെ കാണുന്നത്. പക്ഷേ രവീണ ടണ്ടൻ ടിപ്പ് ബെർസാ പാനി എന്ന മൊഹറയിലെ ഫേമസ് പാട്ടിന് സാരി എടുക്കുന്നത് പോലെ ഉടുക്കുകയാണെങ്കിൽ സമൂഹത്തിന് റിഫ്ലക്ഷൻ വരും. ഇനി ഹണി റോസിനെ കുറ്റം പറയണ്ട, അവർ വേദനിച്ചിരിക്കുക എന്നാണ് അവർ പറയുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അമല പോൾ നമ്മുടെ സെയിന്റ് ആൽബർട്ട്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അമല പോളും ആസിഫ് പരിപാടി വളരെ ലോ നെക്ലൈനും ക്ലീവേജും ഈ മിനി സ്കർട്ടും ഇട്ട് ഒരു കോളേജിന്റെ അന്തരീക്ഷത്തിലേക്ക് പോയാൽ അതൊരു പബ്ബിൽ പോകാം, ഒരു പ്രശ്നവുമില്ല. നൈറ്റ് ക്ലബ്ബിൽ പോകാൻ പറ്റുന്ന ഡ്രസ്സാണ്. നൈറ്റ് ക്ലബ്ബിലോ പബ്ബിലോ പോകുന്ന ഡ്രസ്സിട്ട്, പബ്ബിൽ പോകുന്ന ഡ്രസ്സിട്ട് പള്ളിക്കൂടത്തിലേക്ക് പോയാൽ അത് റിയാക്ഷൻസോ പ്രതികരണങ്ങളോ ഉണ്ടാക്കില്ലേ? പള്ളിയിലച്ചന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിലല്ല. പള്ളിയിലച്ചന്മാരോ മൗലവിമാരോ ഇരിക്കുന്ന സേക്ര അല്ലെങ്കിൽ പൂജാരിമാരോ ഇരിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം എന്ന് വിളിക്കുന്ന ജ്ഞാനക്ഷേത്രത്തിൽ അങ്ങനെ മിനിസ്കർട്ട് ഇട്ട് പോയാൽ അവിടുത്തെ പയ്യന്മാർ എന്തൊക്കെ കമന്റ് പറയും? അത് എല്ലാം പെൺകുട്ടികൾ കേൾക്കുകയും വ്യത്യസ്ത ക്യാമറ ആംഗിളിൽ നിന്ന് വരില്ലേ? ഒരു ഡ്രസ് അങ്ങ് കണ്ടു കാണും, ആ കോൺട്രവേഴ്സി കാണും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.